Hello and welcome back to another video on daily use ചെറിയ sentences. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ? ഡു യു റിമെമ്പർ? റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഓർക്കുക. അപ്പോൾ ഡു യു റിമെമ്പർ? നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് ഓർമ്മയില്ലേ? നിനക്ക് ഓർമ്മയില്ലേ? ഡോണ്ട് യു റിമെമ്പർ? ഡോണ്ട് യു റിമെമ്പർ? നേരത്തെ നമ്മൾ ഡു യു റിമെമ്പർ എന്നാണ് ചോദിച്ചത്. ഇവിടെ ഓർമ്മയില്ലേ എന്നതുകൊണ്ട് ഡോണ്ട് യു റിമെമ്പർ. നിനക്ക് ഓർക്കാൻ പറ്റുന്നില്ലേ? നിനക്ക് ഓർക്കാൻ പറ്റുന്നില്ലേ? കാൺട്ട് യു റിമെമ്പർ? കാൺട്ട് യു റിമെമ്പർ? ഓർത്തെടുക്കാൻ ശ്രമിക്ക്. ഓർത്തെടുക്കാൻ ശ്രമിക്ക്. ട്രൈ ടു റിക്കലക്ട്. ട്രൈ ടു റിക്കലക്ട്. അതായത് റിമെമ്പർ എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. ട്രൈ ടു റിമെമ്പർ അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ട്രൈ ടു റിക്കലക്ട്. എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഐ എം നോട്ട് ഏബിൾ ടു റിക്കലക്ട്. ഐ എം നോട്ട് ഏബിൾ ടു റിക്കലക്ട്. അല്ലെങ്കിൽ ഐ എം നോട്ട് ഏബിൾ ടു റിമെമ്പർ. ഇവിടെ നോട്ട് ഏബിൾ ടു എന്നതിന് പകരം നമുക്ക് അൺഏബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഐ എം അൺഏബിൾ ടു റിമെമ്പർ അല്ലെങ്കിൽ ഐ എം അൺഏബിൾ ടു റിക്കലക്ട്. അപ്പോൾ നോട്ട് ഏബിൾ ടു റിക്കലക്ട് അല്ലെങ്കിൽ അൺഏബിൾ ടു റിക്കലക്ട്. അത് അങ്ങനെയാണ്. അത് അങ്ങനെയാണ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അത് അങ്ങനെയാണോ? അത് അങ്ങനെയാണോ? ഇസ് ദാറ്റ് സോ? ഇസ് ദാറ്റ് സോ? ഇവിടെ നമ്മൾ സോ എന്ന വാക്ക് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യത്തിനെ റെഫർ ചെയ്യാൻ വേണ്ടി പറയാണ്. അപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ഒരു കാര്യത്തെ പറഞ്ഞു, അത് അങ്ങനെയാണോ എന്നാണ് ചോദിക്കുന്നത്. സോ ഇസ് ദാറ്റ് സോ? സോ എന്ന വാക്കിന് വേറെയും പല യൂസേജസ് ഉണ്ട്. ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ സോ എന്നത് ഒരു സിറ്റുവേഷനെ റെഫർ ചെയ്തിട്ടാണ് പറയുന്നത്. അത് അങ്ങനെ ആയിരുന്നു. അത് അങ്ങനെ ആയിരുന്നു. വാസ് ദാറ്റ് സോ? വാസ് ദാറ്റ് സോ? നേരത്തെ ഈസ് ദാറ്റ് സോ എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ ആയിരുന്നു. വാസ് ദാറ്റ് സോ? ടി വിയുടെ വോള്യം കൂട്ടൂ. ടി വിയുടെ വോള്യം കൂട്ടൂ. ടേൺ അപ്പ് ദ ടി വി വോള്യം. ടേൺ അപ്പ് ദ ടി വി വോള്യം. വോള്യം എന്ന് പറഞ്ഞാൽ സൗണ്ട്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ കൂട്ടുക. അപ്പോൾ ടേൺ അപ്പ് ദ ടി വി വോള്യം. ഇനി സൗണ്ട് കുറയ്ക്കണമെങ്കിൽ ടേൺ ഡൗൺ ദ ടി വി വോള്യം. ടേൺ ഡൗൺ ദ ടി വി വോള്യം. ഇതിനെ തന്നെ നമുക്ക് ടേൺ ദ വോള്യം ഡൗൺ അങ്ങനെ പറയാം. സോ ടേൺ ഡൗൺ ദ വോള്യം എന്ന് പറഞ്ഞതിന് പകരം ടേൺ ദ ടി വി വോള്യം ഡൗൺ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ടേൺ ദ വോള്യം ഡൗൺ. സോ ടേൺ ദ വോള്യം അപ്പ് അല്ലെങ്കിൽ ടേൺ ദ വോള്യം ഡൗൺ. ഫാൻ ഓൺ ചെയ്യൂ. ഫാൻ ഓൺ ചെയ്യൂ. സ്വിച്ച് ഓൺ ദ ഫാൻ. ഓൺ ദ ഫാൻ. അതേപോലെ ഫാൻ ഓഫ് ചെയ്യണമെങ്കിൽ സ്വിച്ച് ഓഫ് ദ ഫാൻ. സ്വിച്ച് ഓഫ് ദ ഫാൻ. ഇനി നമ്മൾ വളരെ ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഓഫ് ദ ഫാൻ അങ്ങനെയും വേണമെങ്കിൽ പറയാം. സ്വിച്ച് എന്ന വാക്ക് ഉപയോഗിക്കാതെ തന്നെ ഓഫ് ദ ഫാൻ അല്ലെങ്കിൽ ഓൺ ദ ഫാൻ. പക്ഷെ കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ, ഗ്രമാറ്റിക്കൽ ആയിട്ട് പറയണമെങ്കിൽ സ്വിച്ച് ഓൺ ദ ഫാൻ, സ്വിച്ച് ഓഫ് ദ ഫാൻ. ഈ ഫാൻ എന്ന വാക്ക് നമ്മൾ ഈ കാറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫാനിനെ മാത്രമല്ല, ആരാധകൻ എന്നതിനെയും നമ്മൾ ഫാൻ എന്ന് പറയാറുണ്ട് അല്ലേ? ഇപ്പോൾ ഞാൻ അർജന്റീനയുടെ വലിയ ആരാധകനാണ്. ഞാൻ അർജന്റീനയുടെ വലിയ ആണ്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് അർജന്റീന. ഐ എം എ ബിഗ് ഫാൻ ഓഫ് അർജന്റീന. ബിഗ് ഫാൻ, വലിയ ആരാധകനാണ്. അതേപോലെ ഈ ഫാൻ എന്നതിനെ നമ്മൾ ഈ വിശറി എന്ന അർത്ഥത്തിലും നമുക്ക് പറയാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് വാസ് ഹോട്ട് ഇൻ ദ കാർ. ഐ ഫാൻഡ് മൈസെൽഫ് വിത്ത് എ മാഗസീൻ. ഇറ്റ് വാസ് ഹോട്ട് ഇൻ ദ കാർ. അപ്പോൾ കാറിനകത്ത് വളരെ ചൂടായതിനാൽ ഐ ഫാൻഡ് മൈസെൽഫ് വിത്ത് എ മാഗസീൻ. ഒരു മാഗസീൻ ഉപയോഗിച്ചുകൊണ്ട് ഐ ഫാൻഡ് മൈസെൽഫ്. ഫാൻഡ് മൈസെൽഫ് പറഞ്ഞാൽ ഞാൻ മാഗസീനെ വിശറി പോലെ ഉപയോഗിച്ചുകൊണ്ട് വീശി, അതായത് കാറ്റ് കിട്ടുവാനായി ഐ ഫാൻഡ് മൈസെൽഫ്. ഷി വാസ് ഫാനിങ് ഹെർ ഫേസ് വിത്ത് ദ ന്യൂസ് പേപ്പർ. ഷി വാസ് ഫാനിങ് ഹെർ ഫേസ് വിത്ത് ദ ന്യൂസ് പേപ്പർ. അപ്പോൾ
ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് അവൾ അവളുടെ മുഖത്തേക്ക് കാറ്റ് വീശുകയായിരുന്നു. അപ്പോൾ ന്യൂസ് പേപ്പറിനെ ഫാൻ പോലെ വിശറി പോലെ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ ഫാനിങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫാൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫാനിങ് അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.